ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റംഷാദ് വോയിസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അതുപോലെ RRB NTPC RPF എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള കോഴ്സിലെ 11ാമത്തെ വീഡിയോ ആണിത്. മുമ്പുള്ള വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും അവ കാണുക. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് എല്ലാം കൊടുത്തിരിക്കുന്നത്. ഇതുപോലത്തെ ക്ലാസ്സുകൾ എല്ലാ ദിവസവും ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് യഥാസമയം തന്നെ നോട്ടിഫിക്കേഷനായി വരികയും ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം, കഴിഞ്ഞ വീഡിയോയിൽ 3 ക്വസ്റ്റ്യൻസ് കൊടുത്തിരുന്നു. ആ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കാം, രാഹുൽ ആൻഡ് കുസും ആർ ഗുഡ് ഇൻ ഹിന്ദി ആൻഡ് മാത്സ്. സെമീർ ആൻഡ് രാഹുൽ ആർ ഗുഡ് ഇൻ ഹിന്ദി ആൻഡ് ബയോളജി. ഗീത ആൻഡ് കുസും ആർ ഗുഡ് ഇൻ മറാത്തി ആൻഡ് മാത്സ്. സെമീർ, ഗീത ആൻഡ് മെഹിർ ആർ ഗുഡ് ഇൻ ഹിസ്റ്ററി ആൻഡ് ബയോളജി. കഴിഞ്ഞ NTPC പരീക്ഷയിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ 3 മാർക്കിനാണ് ചോദിച്ചത്. ഒറ്റ ക്വസ്റ്റ്യൻ തന്നെ, ഒറ്റ ആ പാരഗ്രാഫ് തന്നിട്ട് അതിന് 3 ഓപ്ഷൻ തന്നിട്ട് 3 മാർക്കിനാണ് ചോദിച്ചത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇത്തരം ക്വസ്റ്റ്യൻസ് സാധാരണയായി വരാറുണ്ട്. അപ്പം ഇത്തരം ക്വസ്റ്റ്യൻസ് പഠിച്ചു വെക്കുക. അപ്പോൾ നോക്കാം, ഇവിടെ എത്ര ആളുണ്ട് നോക്കാം നമുക്ക്. രാഹുൽ, കുസും, അതുപോലെ സെമീർ, പിന്നെ വരുന്നതാണ് ഗീത. പിന്നെ മിഹിർ. ഇപ്പം ഇത്രയും ആളുകളാണ് അവിടെ ഉള്ളത്. 5 ആളുകളാണ് ഇവിടെ ഉള്ളത്. 5 ആളുകൾക്കും നമുക്ക് ഇനി പറഞ്ഞ പോലെ ചെയ്ത് നോക്കാം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? രാഹുൽ ആൻഡ് കുസും ഗുഡ് ഇൻ ഹിന്ദി ആൻഡ് മാത്സ്. അപ്പോൾ രാഹുൽ ഹിന്ദി, മാത്സ്. അതുപോലെ തന്നെ കുസും ഹിന്ദി ഉണ്ട്, മാത്സും ഉണ്ട്. പിന്നെ ആരാണ്? സെമീർ ആൻഡ് രാഹുൽ ആർ ഗുഡ് ഇൻ ഹിന്ദി ആൻഡ് ബയോളജി. രാഹുൽ മാത്സും ബയോളജി ഉണ്ട് ഇവിടെ. അതുപോലെ സെമീർ മാത്സ് ആൻഡ് ബയോളജി. ഗീത ആൻഡ് കുസും ആർ ഗുഡ് ഇൻ മറാത്തി ആൻഡ് മാത്സ്. കുസും മറാത്തി ഉണ്ട്, മാത്സ് ഓൾറെഡി ഉണ്ട് അവിടെ. ഗീത മാത്സ് ആൻഡ് മറാത്തി. സെമീർ, ഗീത ആൻഡ് മിഹിർ ആർ ഗുഡ് ഇൻ ഹിസ്റ്ററി ആൻഡ് ബയോളജി. സെമീർ ഹിസ്റ്ററി ആൻഡ് ബയോളജി. ഹിസ്റ്ററി അടിതാൽ മതി, ബയോളജി ഓൾറെഡി ഉണ്ട്. ഗീത ഹിസ്റ്ററി അടിയണം, ബയോളജി അടിയണം. മിഹിറും ഹിസ്റ്ററി ആൻഡ് ബയോളജി. ഇത്രയും നമുക്ക് ഡാറ്റ തന്നിട്ടുള്ളൂ. ഈ ഡാറ്റയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മോട് ചോദിച്ച കാര്യം ചെയ്താൽ മതി. ഹു ഈസ് ഗുഡ് ഇൻ ബോത്ത് ബയോളജി ആൻഡ് മറാത്തി. ബയോളജിയും മറാത്തിയും അറിയുന്ന ആരാളുള്ളത്? അപ്പോൾ നോക്കുക, ബയോളജി ഇവിടെ സെമീറിന് ബയോളജി ഉണ്ട്, പക്ഷേ മറാത്തി ഇല്ല. ഗീതക്ക് ബയോളജി അറിയാം, മറാത്തി അറിയാം. അപ്പോൾ ഏതാണ്? ഗീത. ഹു ഈസ് ഗുഡ് ഇൻ ഓൺലി ഹിന്ദി, മറാത്തി ആൻഡ് മാത്സ്. ഹിന്ദിയും മറാത്തിയും മാത്സും അറിയുന്ന ആരാണ്? ഇവിടെ രാഹുലിൻ്റെ ഹിന്ദിയും മാത്സും അറിയുള്ളൂ, മറാത്തി അറിയില്ല. ഇവിടെ നോക്കാം, കുസും ഹിന്ദി, മാത്സ് ആൻഡ് മറാത്തി. അപ്പോൾ ആരാണ്? കുസും. നെക്സ്റ്റ് നോക്കാം, ഹു ഈസ് ഗുഡ് മാത്സ്, ബയോളജി ആൻഡ് ഹിന്ദി. മാത്സ്, ബയോളജി ആൻഡ് ഹിന്ദി. രാഹുൽ നോക്കാം, ഹിന്ദി, മാത്സ്, ബയോളജി. അപ്പോൾ ആരാണ്? രാഹുൽ. വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ ചാർട്ട് വെച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും? 3 മാർക്കാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസൊക്കെ കളക്ട് ചെയ്ത് ചെയ്യാൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി LCM ഓഫ് 25/7, 15/28, 20/21. LCM ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? അംശങ്ങളുടെ LCM കാണാം, ഛേദങ്ങളുടെ HCF കാണാം. 25, 15, 20ൻ്റെ LCM എത്രയാണ്? 300. ഏറ്റവും വലിയ സംഖ്യ എടുക്കുക, അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ മറ്റ് സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കിയാൽ മതി. അപ്പോൾ 25ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ 300 മാത്രമേ എല്ലാതും ഹരിക്കാൻ കഴിയുള്ളൂ. ഡിവൈഡ് ബൈ 7, 28, അതുപോലെ 21. ഇവരുടെ HCF ഉസാഗ് എത്രയാണ്? 7. 300/7 കറക്റ്റായിട്ടുള്ള ആൻസർ.
വേറെ ക്വസ്റ്റ്യൻ X is 5 feet tall and he noticed that he cast a shadow that's 3 feet long. He then measured that the shadow cast by his school building is 30 feet long. How tall is the building? ഒരാൾ ഇവിടെ നിൽക്കുന്നുണ്ട്. അയാൾ നിന്നപ്പോൾ അയാളുടെ ഷാഡോ എന്ന് പറയുന്നത് എത്രയാണ്? നിഴൽ 3 മീറ്റർ 3 ഫീറ്റ് അകലെയാണ്. അയാളുടെ ഷാഡോ വരുന്നത് 3 ഫീറ്റ് വിട്ടിട്ടാണ്. അയാൾ 5 ഫീറ്റ് ഉയരമുണ്ട്. അങ്ങനെയെങ്കിൽ അയാൾ നോക്കി അയാളുടെ ബിൽഡിങ്, അയാളുടെ സ്കൂൾ ബിൽഡിങ് നോക്കുമ്പോൾ അയാളുടെ സ്കൂൾ ബിൽഡിങ്ങിൽ നിന്നും 30 ഫീറ്റ് ലോങ് ഉണ്ട്. അപ്പോൾ എത്രയായിരിക്കും? ഇവിടെ 3 ഫീറ്റ് അയാളുടെ ഷാഡോ ഉള്ളപ്പോൾ അയാൾ എത്ര അടിയുണ്ട്? 5 അടിയുണ്ട്. ഇവിടെ 30 ഫീറ്റ് ഉണ്ടാകുമ്പോൾ എത്ര അടി ഉണ്ടാവും? 50 ഫീറ്റ്. അപ്പോൾ ആ സ്കൂൾ ബിൽഡിംഗ് എന്ന് പറഞ്ഞത് 30 ഫീറ്റ് അല്ല 50 ഫീറ്റാണ് സ്കൂൾ ബിൽഡിംഗ് ഉള്ളത്. വേറെ വിഷയം നോക്കാം. ദ ആവറേജ് ഓഫ് 2 നമ്പേഴ്സ് ഈസ് 8 ആൻഡ് ദാറ്റ് ഓഫ് അനദർ 3 നമ്പേഴ്സ് ഈസ് 3. ദ ആവറേജ് ഓഫ് ദോസ് 5 നമ്പർ ഈസ്. 3 നമ്പറുടെ ആവറേജ് എന്ന് പറയുന്നത് 8 ആണ്. 2 നമ്പറുടെ ആവറേജ് 8 ആണ്. അപ്പോൾ തുക കാണാൻ 2 × 8 16. വേറെ 3 നമ്പറിൻ്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ 3 ആണ്. 3 × 3 എത്ര? ടോട്ടൽ കിട്ടാൻ 9. 5 സംഖ്യയുടെ ടോട്ടൽ തുക 16 + 9 25. അവരുടെ ആവറേജ് ചോദിച്ചാൽ 5 നമ്പറുടെ ആവറേജ് ചോദിച്ചാൽ 25 ആയിരിക്കണം. 5 5. Yogita sold a plasma TV at 20% gain to Shyamala. Shyamala sold it to Deepa at 10% profit. If Deepa had to pay rupees 33,000 for the plasma TV, find the cost price of the plasma TV for Yogita. നോക്കുക, യോഗ്യത ഒരു സാധനം 20% ലാഭത്തിൽ വിറ്റു, ഒരു ടി വി. ഇപ്പോൾ യോഗ്യതയുടെ കോസ്റ്റ് എന്ന് പറഞ്ഞത് 100 ആണെങ്കിൽ യോഗ്യത എത്രക്കായിരിക്കും വിറ്റുണ്ടായിരിക്കുക? 120 വിറ്റുണ്ടാകുക. ഈ 120 നമ്മുടെ ശ്യാമളക്ക് കിട്ടി. ശ്യാമള ദീപക്ക് അത് 10% ലാഭത്തിൽ വിറ്റു എന്ന് പറഞ്ഞാൽ ഈ 120 രൂപയാണ് ശ്യാമളയുടെ കോസ്റ്റ് എന്ന് പറഞ്ഞത്. ശ്യാമള സാധനം 10% ലാഭം എടുത്ത് 120 രൂപയുടെ 10% 12 രൂപയെങ്കിലും കൂട്ടി എത്ര വിറ്റുണ്ടാവും? 132 രൂപക്ക് 12 രൂപ കൂട്ടുമ്പോൾ 132 രൂപക്ക് വിറ്റ്. ഇനി നോക്കുക, ശതമാനം കൂട്ടുക. 100% നമ്മുടെ യോഗ്യതയുടെ കോസ്റ്റ്. 120% വിറ്റു. 120% ഇപ്പോൾ നമ്മുടെ ശ്യാമളയുടെ കയ്യിലുള്ളത്. ആ ശ്യാമള അത് 10% കൂട്ടിയപ്പോൾ 132%. ആ 132% ഇവിടെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 33,000 രൂപ. നമുക്ക് കാണേണ്ടത് ഈ 100% എമൗണ്ടാണ് കാണേണ്ടത്. 33,000 എന്ന് പറയുന്നത് 132% ആണെങ്കിൽ അതിൻ്റെ 100% കാണണമെങ്കിൽ × 100 ചെയ്യുക. അപ്പോൾ 33,000 മരിക്കണം 132 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ഇടുന്നത്? 250. 250 × 100 25,000. 25,000 രൂപയായിരുന്നു ആ ഒരു സാധനത്തിൻ്റെ വില. അതാണ് 20% പിന്നെ 10% കൂട്ടി വെക്കുമ്പോൾ 33,000 ആകും മാറുന്നത്. ഇപ്പോൾ ഓപ്ഷൻ എടുത്ത് ചെയ്യാം. ഓപ്ഷന് 25,000 എടുത്ത് നോക്കി ചെയ്താൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ. അറ്റ് ആൻ ഇലക്ഷൻ there were 2 candidates. A candidate got 38% vote and lost by 7,200 number of votes. The total number of valid votes were. our total number of valid votes 100% ഉണ്ടെന്ന് കരുതുക. എ എന്ന് പറയുന്ന ആളും ബി എന്ന് പറയുന്ന ആളുമാണ് മത്സരിച്ചത്. എക്ക് 38% ഇത് കിട്ടി, എന്ത് കിട്ടി? വോട്ട് കിട്ടി. ബിക്ക് 100 നിന്ന് 38 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര കിട്ടിയത്? 62% നമ്മുടെ ബിക്ക് കിട്ടിയത്. എ തോറ്റത് എത്ര വോട്ടിനാണ്? 7,200 വോട്ടിനാണ് എ തോറ്റത്. ഇവിടെ മനസ്സിലാക്കുക, എയേക്കാൾ ബിക്ക് 7,200 വോട്ട് കിട്ടിയത് കാരണമാണ് ജയിച്ചതെന്ന് പറയുമ്പോൾ 38%
എക്ക് 7200 ആഡ് ചെയ്തപ്പോഴാണ് 62% അപ്പോൾ ഇവിടെ നോക്കുക 62% നിന്നും 38% പോയി കഴിഞ്ഞാൽ ബാക്കി വരുന്നത് എത്രയാണ്? 24% അല്ല. ആ 24% വാലിഡ് വോട്ട് 100%ൻ്റെ 24% വോട്ടാണ് നമ്മുടെ 7200 എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സംഖ്യയുടെ പെർസെൻറ്റേജ് എന്ന് കഴിഞ്ഞാൽ അതിൻ്റെ 1% കാണാൻ എന്താ ചെയ്യുക? 7200 ഹരിക്കണം 24 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1% കിട്ടും. നമ്മുടെ വാലിഡ് വോട്ട് എത്രയാണ്? 100% ഇൻറ്റു 100 ചെയ്താൽ മതി. ഇപ്പോൾ 7200 ഹരിക്കണം 24 ചെയ്ത് കഴിഞ്ഞാൽ 72 24 എത്ര എണ്ണമാണ്? 3 പ്രാവശ്യം 300 ഇൻറ്റു 100. മൊത്തം അവിടെ വോട്ടുള്ളത് 30,000 വോട്ടായിരുന്നു. ആ 30,000 വോട്ടിൽ നിന്നാണ് കിട്ടിയത് എക്ക് 38%, ബിക്ക് 62%. അങ്ങനെയാണ് എ 7200 വോട്ടിൻ്റെ കുറവ് മൂലം തോറ്റത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If 8% of x is equal to 4% of y, then 20% of x is equal to. നമുക്ക് എക്സ് എന്ന് പറയുന്ന വാല്യൂ 100 രൂപയാണെന്ന് കരുതാം. 8% ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8% ഓഫ് 100. 100ൻ്റെ 8% എത്രയാണ്? 8 രൂപ. ഈ 8 എന്ന് പറയുന്നത് ഒരു സംഖ്യയുടെ വൈയുടെ 4% എന്ന് പറഞ്ഞാൽ വൈ കാണാൻ എന്താ ചെയ്യുക? വൈയുടെ 1% കാണുമെങ്കിൽ 8/4 ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൈ കിട്ടി. 4 2 പ്രാവശ്യം 2 ഇൻറ്റു 100 200. വൈ നമുക്ക് കിട്ടി 200. ഇനി എന്താ ചെയ്യേണ്ടത്? 20% ഓഫ് എക്സ്. 20% ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 100 എക്സിൻ്റെ വാല്യൂ. 20% എന്ന് പറഞ്ഞാൽ 20. ഈ 20 എന്ന് പറയുന്നത് 200ന് എത്ര ശതമാനമാണ്? ഇൻറ്റു 100 ആയിരിക്കണം 200 10. 100 ആയിരിക്കണം 10 എത്രയാണ്? 10%. 10% വളരെ നിസ്സാരമായിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലത്തെ ക്ലാസ്സുകൾ എല്ലാ ദിവസവും ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ല, ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.